കാലിൽ ഞരമ്പുകൾ വെയിൻസുകൾ തടിച്ചു വരുന്നതാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ശരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ്? മുറി ഉണങ്ങാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് മാറ്റി പിടിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പൊതുവെ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ കാലിലെ ഞരമ്പുകൾ തടിച്ച് കിടക്കുന്നതിന് മാത്രമാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ വെയിനുകൾ, ഞരമ്പുകൾ ചുരുണ്ട് കിടക്കുന്ന, സിരകൾ ചുരുണ്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് ഏനസിൻ്റെ ഭാഗത്ത് സിരകൾ തടിച്ച് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് വേരിക്കോസ്, അതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ആ ഏനൽ വെയിൻസ് തടിച്ച് കിടക്കുന്ന ഒരു പ്രകൃതം, അവിടെ ഉള്ള വേരിക്കോസ് വെയിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. അതേപോലെ ചിലർക്ക് ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന ഇതേപോലെ ഞരമ്പുകൾ ചുരുണ്ട് കിടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് വെരിക്കോസീൽ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇത് കാരണം ചിലർക്ക് കുട്ടികൾ ഇല്ലാത്തതിന് വരെ കാരണമായേക്കാം. അപ്പം നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് ജനറലായിട്ട് പറയുന്നത് കാലിൽ മാത്രമാണ്. പൊതുവേ സിരകളിൽ എവിടെയാണോ തടിച്ച് ചുരുണ്ട് കിടക്കുന്നത് അതിനെ നമ്മൾ വെരിക്കോസിറ്റി, വെരിക്കോസ് വെയിൻ എന്ന് പറയും. അപ്പോൾ കാലിൽ ഇത് കൂടുതലായിട്ട് കാണാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വെയിൻസ് പൊതുവേ ഇപ്പം നമ്മൾ ധമനികളും വെയിൻസും തമ്മിൽ, സിരകളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധമനികൾക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അത് രക്തക്കൊഴലുകൾ ധമനികൾ വഴി നമ്മൾ മറ്റ് അവയവങ്ങളിലോട്ടും കാലിലോട്ടും ഒക്കെ പോകുന്നുണ്ടാവും. എന്നാൽ സിരകൾ എന്ന് പറയുകയാണെങ്കിൽ അത് വൺ സൈഡ് ഫ്ലോ എന്ന് പറയുന്നത്, അതിലും കാലിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അതിൽ വാൽവുകളൊക്കെ ഉണ്ട്. കാരണം പമ്പിങ് അങ്ങനത്തെ ഇതൊന്നുമില്ല, വൺ സൈഡ് മാത്രമേ ഉള്ളൂ. കാലിൽ നിന്നും ആൻറ്റി ഗ്രാവിറ്റി പൊസിഷനിലാണ് പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് രക്തയോട്ടം എന്നുണ്ടെങ്കിൽ ഈ സിരകളിൽ നമ്മുടെ ഡീഓക്സിനേറ്റഡ് ബ്ലഡ്, അതായത് അശുദ്ധ രക്തം എന്ന് പറയുന്ന നമ്മുടെ ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് സിരകൾ വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം മറ്റ് ഭാഗങ്ങളിലൊക്കെ നേരിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ കാലിൽ നിന്ന് പോകുന്ന ടൈമിൽ നമ്മുടെ ഗ്രാവിറ്റിയിൽ നിന്നും ഒപ്പോസ് ചെയ്യുന്ന, സാധാരണഗതിയിൽ മുകളിൽ നിന്നും താഴേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം താഴെ നിന്നാണ് അതൊരു പ്രഷർ ചെലുത്തിയിട്ട് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ഈ സ്പൈഡർ വെയിൻസ് ആയിക്കോട്ടെ, വേരിക്കോസ് വെയിനുകൾ കാലിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകുന്നത്? പ്രത്യേകിച്ച് പമ്പിങ്ങിന് അതിന് കപ്പാസിറ്റി ഇതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ സെക്കൻഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്ന കാഫ് മസിൽസ്, ഈ കനങ്കാലിൻ്റെ മുകളിലുള്ള ഈ ഒരു മസിൽസ്, അത് നമ്മൾ കൂടുതൽ വർക്കൗട്ട്, വാക്കിംഗ് എക്സസൈസും കാര്യങ്ങളും നടത്തം കൂടുതൽ ചെയ്യുന്ന ടൈമിലാണ് അത് പമ്പ് ചെയ്ത് ആ സിരകൾ വഴി അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലോട്ട് തിരിച്ച് എത്തുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അതായത് ഇത് കൂടുതലായിട്ടും വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത് ആർക്കാണ്? ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയിലുള്ളവർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്ന, രണ്ടും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് നേരം ഇരിക്കുന്നതും ഒരുപാട് നേരം നിൽക്കുന്നവരിലും, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ കാലുകളിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 സ്റ്റേജ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടീലൻജെക്ടേഷ്യ എന്ന് പറയും. അതായത് സ്പൈഡർ വെയിനുകൾ, ചെറിയ ചെറിയ ചിലന്തി വലകൾ പോലെ ചെറിയ 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 വെയിനുകളായിട്ടാണ് ആദ്യത്തെ സ്റ്റേജിൽ കാണപ്പെടുക, നീല കളറിലെ ചെറിയ ചെറിയ വെയിനുകൾ. രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കാല് കടച്ചിൽ, അമിതമായിട്ട് കാല് കടച്ചിലുണ്ടാവുക നിൽക്കുമ്പോഴും, അതേപോലെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഇത്തിരി ആശ്വാസം ഉണ്ടാവുക. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നീർക്കെട്ട്, കാലിൽ നീര് അനുഭവപ്പെടുക, വേദനയുണ്ട്, വേദനയോട് കൂടിയിട്ടുള്ള നീരാണ് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിന്നിൽ ഡിസ്കളറേഷൻ, അതായത് നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, രക്തനാളങ്ങൾ ഉണ്ടാവും, സിരകൾ, അത് പൊട്ടിയിട്ട് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട്, ബ്രൗൺ സ്പോട്സുകളായിട്ടോ പലപ്പോഴും ബ്ലാക്ക് കളറായിട്ടോ അല്ലെങ്കിൽ നീല കളർ സ്പോട്സുകളൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് വേറെ എന്തെങ്കിലും പുറമെ തേച്ച് പുരട്ടി കഴിഞ്ഞാൽ അത് മാറും എന്ന് വിചാരിച്ച് പലരും എന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിക്കാൻ, എന്നാലും അത് പോവാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമുക്ക് അവരുടെ ജോലി, അവരുടെ ഒക്യുപ്പേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്ഥിരമായിട്ട് നിൽക്കുന്നവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഇഷ്യൂസ് കണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻ വരുന്നതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മുറികൾ ഉണ്ടാവും. ഈ വെരിക്കോസ് വെയിൻ്റെ ഈ ഉള്ള അൾസർ പൊട്ടിയിട്ട് മുറിയായിട്ടുണ്ടാവും. അത് മുറി ചെറിയ തോതിലാണ് ഉണ്ടാവുക. ഇതാണ് അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തീരെ ഉണങ്ങാത്ത മുറികൾ ഉണ്ടാവുക. ഇതാണ് 6th സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചിലരിൽ നോക്കുകയാണെങ്കിൽ സ്പൈഡർ വെയിൻസ് ഒന്നും തന്നെ കാണപ്പെടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും കാലിൽ ആ ഒരു സിരകൾ തടിച്ചത് മാത്രമല്ല വെരിക്കോസിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു ഏജ് 35 ആണ്. അപ്പോൾ മെയിലിലാണ്. പൊതുവേ വെരിക്കോസ് വെയിൻസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്.
70% ഇത് ഹെറിഡിറ്ററി ആണ്. അതേപോലെ 80% ഇത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്, 20% പുരുഷന്മാരിൽ കണ്ടുവരുന്നത്. എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് മെയിലായിരുന്നു. പക്ഷേ അവരുടെ കാലിൽ വെയിനൊന്നും ചുരുണ്ടിട്ടൊന്നുമില്ല, പക്ഷേ പാദത്തിൻ്റെ അവിടെ നീര് കെട്ടിക്കിടക്കുന്ന പോലെയുണ്ട്. എന്നാൽ കനങ്കാലിൻ്റെ അവിടെ നരമ്പ് ചുരുണ്ടിട്ടില്ല. കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ മുകളിലായിട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്പൈഡർ വെയിൻസ് കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കണ്ണിലത് വിസിബിലിറ്റി ആവണം എന്നില്ല, പക്ഷെ കൂടുതൽ നേരം നിൽക്കുമ്പോൾ കാല് കട, ചിലപ്പോൾ ആളുടെ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചായക്കടയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നേരം നിൽക്കുന്നത് തന്നെയാണ്, ഇരിക്കുന്ന ഒരു റെസ്റ്റ് എന്നുള്ളൊരു ഇതേ ഇല്ല. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലും പലപ്പോഴും ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ കാലൊരു സ്റ്റൂളിന് മുകളിൽ കയറ്റി വെക്കും. അങ്ങനെയല്ല ശരിക്കും വെരിക്കോസ് വെയിൻ ഉള്ളവർ കാല് റെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷനിൽ നിന്നും കുറച്ചുകൂടി മുകളിലായിട്ടാണ് കാല് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പൊക്കി വെക്കുമ്പോഴാണ് രക്തയോട്ടം, ആ നീർക്കെട്ടായാലും അതേപോലെ തന്നെ വേദനയും കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുന്നത്. അപ്പോൾ ഈ 6 സ്റ്റേജാണ്. ഇതിൽ തന്നെ ആദ്യത്തെ 2 സ്റ്റേജ് പലപ്പോഴും പലർക്കും കാണില്ല. 3rd സ്റ്റേജ് ഡയറക്റ്റ്ലി നീരും വേദനയായിട്ടായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. പലപ്പോഴും വെരിക്കോസ് വെയിന് ചെറിയൊരു സ്പൈഡർ വെയിൻ ആണെങ്കിൽ പോലും ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അതൊരു ലേസർ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സ്ക്ലീറോ തെറാപ്പി, ഇതൊക്കെയാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ആ സിരകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് സർജിക്കൽ റിമൂവ് ചെയ്യുക. ഇങ്ങനത്തെ സർജിക്കൽ മെത്തേഡുകളാണ് കൂടുതലായിട്ടും ഓപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സ്റ്റേജ് 3 വരെ ഒരു ഡോക്ടറുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലായിട്ടും നീർക്കെട്ട് വരാനായിട്ടുള്ള റീസൺ നമ്മൾ കുറേ നേരം നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നടത്തം പതിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കൂടുതലായിട്ട് വെരിക്കോസ് അൾസർ ഉള്ളവർ ഇപ്പോൾ 4th സ്റ്റേജ് 5th സ്റ്റേജ് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗ്ലൂട്ടൻ ഫ്രീ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വെരിക്കോസ് വെയിൻ അതിൽ ഇൻഫ്ലമേഷൻസ് വളരെയധികം നീർക്കെട്ട് കൂടി വരുന്ന ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള, അതായത് മൈദ, അതേപോലെ ഗോതമ്പ്, പൊറോട്ട, ഇങ്ങനത്തെ ഐറ്റം പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് പാൽ ഒഴിവാക്കുക. കാരണം പാല് ചിലരിൽ ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് വരാനായിട്ടുള്ളൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഭക്ഷണങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ ഒരുപാട്, ഇപ്പോൾ റെഡ് മീറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ബീഫ് ആയാലും മട്ടൺ ആയാലും റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക. കാരണം എന്തൊരു ഇൻഫ്ലമേഷൻ ഉള്ള സമയത്തും CRP ലെവൽ കൂടുതലായിരിക്കും, C റിയാക്റ്റീവ് പ്രോട്ടീൻ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീർക്കെട്ട് ഒന്നുകൂടി വഷളാകത്തേ ഉള്ളൂ. അതിപ്പോൾ വെരിക്കോസ് വെയിൻ എന്നല്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെങ്കിലും എന്ത് നീർക്കെട്ടാണെങ്കിലും, നീർക്കെട്ടുള്ള സമയത്ത്, വീക്കമുള്ള സമയത്ത്, വേദനയുള്ള സമയത്ത് പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പാലുൽപ്പന്നങ്ങൾ, അതേപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെരിക്കോസ് വെയിൻ്റെ ആ ഒരു അൾസർ ഉണങ്ങാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് മലദ്വാരത്തിലെ ചിലർക്ക് ഈ വെരിക്കോസിറ്റി വരാം, അത് കാരണമാണ് ഈ പൈൽസ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കും വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമ്മുടെ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് റിഡക്ഷൻ, ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെയിറ്റ് പരമാവധി കുറയ്ക്കാം. ഇനി റെസ്റ്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ വെരിക്കോസ് വെയിൻ്റെ ആ ഒരു ലക്ഷണത്തിൽ പ്രധാനമായിട്ടും ആളുകൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ, റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് കുറയും. എന്നാൽ കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോൾ ഭയങ്കര കഴച്ചിലുണ്ടാവും, കാല് മസിൽ ക്രാംസ് കൂടുതലായിട്ടുണ്ടാവും. മസിൽ ക്രാംസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ കോപ്പറിൻ്റെ ഒരു ഡെഫിഷ്യൻസി കൂടെയാണ്. അപ്പോൾ കോപ്പർ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കിടക്കുന്ന ടൈമിൽ നമ്മൾ കാല് കുറച്ചുകൂടി ഉയർത്തി വെച്ചിട്ടുള്ള പൊസിഷൻ, അതായത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കിടന്നുകൊണ്ട് കാല് ഹൃദയത്തിൻ്റെ പൊസിഷനിൽ നിന്നും കുറച്ചുകൂടി മുകളിലായിട്ട് വെക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ആ നീർക്കെട്ട് പരമാവധി കുറയും. 90 ഡിഗ്രി ആ ഒരു ലെവലിൽ തന്നെ കാല് കയറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭിത്തിയോട് അടുപ്പിച്ച് ഇതാക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇറക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇത് കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി അൾസറും കാര്യങ്ങളും വന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെരിക്കോസ് കാരണം അത് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിട്ട് വരുന്ന കേസ്, ഇപ്പോൾ ആ ഒരു സിവിയർ സ്റ്റേജിലാണ് പലപ്പോഴും അത് വെരിക്കോസ് ആയിരുന്നു എന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബ്ലാക്ക് സ്പോട്സുകൾ, ഇപ്പോൾ കാലിലെ ചെറിയ തോതിൽ കൂടുതലായിട്ട് ഇത് കാലിൽ കാണാനുള്ള റീസൺ ഇതാണ്. ബാക്കി എല്ലാവിടെയും
ഗ്രാവിറ്റിക്ക് എതിരായിട്ടല്ല, നേരിട്ടാണ് ആ ഒരു സിരകളുടെ ഫ്ലോ വരുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ പ്രഷർ ചെലുത്തേണ്ടതുള്ളത് കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് മലദ്വാരത്തിൻ്റെ അവിടെയും അതേപോലെ തന്നെ കാലുകളിലൊക്കെയാണ് കൂടുതലും ഈ സിരകളുടെ ഈ ഒരു വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നത്, ബ്ലോക്കേജ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല കളറിലുള്ള സ്പോട്ട്സോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഉള്ള സ്പോട്ടുകൾ കാലിൻ്റെ ആ ഒരു സ്കിന്നിൽ കാണപ്പെടുന്നുണ്ടാവും. ഇത് വെരിക്കോസ് വെയിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ല, ഇത് 3rd or 4th സ്റ്റേജ് ആയി എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പം നിങ്ങൾ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല മാറ്റം ഉണ്ടാകും. ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേസറോ അല്ലെങ്കിൽ സ്ക്ലീറോതെറാപ്പിയോ ഗ്ലൂ തെറാപ്പിയോ ഒന്നും അല്ല. കാരണം ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി, എന്താ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് എന്നുണ്ടെങ്കിൽ അതും മാറ്റം വരുത്തണം. അല്ലെങ്കിൽ ഒരു വെയിന് മാത്രം തടിച്ച് വന്നത് നമ്മൾ റിമൂവ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നമ്മൾ ഒരു സ്ക്ലീറോതെറാപ്പിയോ ലേസർ തെറാപ്പിയോ ചെയ്തതുകൊണ്ട് മാറണമെന്നില്ല. കാരണം സ്ഥിരമായിട്ട് മെയിൻറ്റെയിനിങ് ഫാക്ടർ എന്ന് പറയും, റൂട്ട് കോസ് എന്താണോ അത് മാറ്റിയെടുക്കാതെ ആ ഒരു അസുഖം തീർത്തും മാറാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ പാൽ ഉൽപ്പന്നങ്ങളും പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ കാല് കഴച്ചിലും നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും ഇത് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ കാല് കഴച്ചിലും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും ആയിരിക്കാം. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം സ്ഥിരമായിട്ട് 6 മാസം 1 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി അത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യാനും സാധ്യതകളുണ്ട്. മാത്രമല്ല പിത്താശയക്കല്ല് അതേപോലെ തന്നെ കിഡ്നിയിലെ കല്ല് സ്റ്റോൺസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു കാൽഷ്യം ഓക്സൈഡിൻ്റെ സ്റ്റോൺ ഫോർമേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ വൈറ്റമിൻ ഡി എടുക്കുന്നവരിൽ വളരെ കൂടുതലായതുകൊണ്ട് ഇത് അമിതമായിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിൻ്റെ സൈസ് വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലിമെൻറ്റ് കൂടെ എടുക്കുക. കാരണം പലപ്പോഴും ഈ ഒരു കാല് കഴിച്ചിൽ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയും. അതേപോലെ തന്നെ മെഗ്നീഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എടുക്കുമ്പോഴും ഈ ഒരു കാല് കഴിച്ചിൽ പരമാവധി കുറയാനായിട്ട് സഹായകരമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പീരിയഡ്സ് ടൈമിൽ, ഇപ്പോൾ ലേഡീസിലാണ് എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ടൈമിൽ കാല് കഴിച്ചിൽ കൂടുതലായിട്ട് വരും. അപ്പോൾ അത് മെൻസസോട് അനുബന്ധിച്ച് ഹോർമോൺ ഫ്ലക്ച്വേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഉടനെ അത് വെരിക്കോസ് വെയിൻ ആണ് എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ, സ്റ്റേജസ് ഇതൊക്കെയാണ്. പലപ്പോഴും ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ നമുക്കത് അറിയണമെന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്പൈഡർ വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള നിർബന്ധമില്ല. സ്ത്രീകളിൽ പലപ്പോഴായിട്ട് ഇത് കൂടുതൽ കണ്ടുവരാനായിട്ടുള്ള റീസൺ അമിതമായിട്ടുള്ള വെയിറ്റ് പ്രഗ്നൻസി ടൈമിൽ പല സ്ത്രീകളും പറഞ്ഞു വരുന്നത് എൻ്റെ 2nd ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ 3rd ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഈ ഒരു തടിപ്പ് നരമ്പുകളിൽ കണ്ടുവരാനായിട്ട് തുടങ്ങിയെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ ഇത് ചിലരിൽ കാണുമ്പോൾ വളരെ എന്താ പറയുക, സ്പൈഡർ വെയിൻ ചിലന്തി വലകൾ പോലെ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് സർജറി ചെയ്യണോ ഡോക്ടറെ എന്ന് പേടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതല്ല, അത് കോംപ്ലിക്കേഷൻ അതിൽ ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. കാരണം ചില കണ്ടീഷനിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞ DVT എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെയിൻസിലൊരു ഡോപ്ലർ സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ, ഒരു സ്കാൻ അത് നടത്തിക്കഴിഞ്ഞാൽ അതിൽ ബ്ലോക്ക് ഉണ്ടോ എന്താണെന്നുള്ളത് അറിയും. അങ്ങനെ ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാല് കഴിച്ചിലോ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്സോ അങ്ങനെ കളർ ചേഞ്ചോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ഈ വെരിക്കോസ് വെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.